നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. കോൺഗ്രസിന്റെ ആത്യന്തിക ലക്ഷ്യം പിണറായിയെ താഴെയിറക്കുക എന്നത് സുധാകരൻ. അതിന് സംഘടന ശക്തിപ്പെടുത്തും. പാർട്ടിക്കുള്ളിൽ യാതൊരു തർക്കവുമില്ല. ഇത്രയേറെ ഐക്യം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും സുധാകരൻ. ജനങ്ങളുടെ ശബ്ദമായി കോൺഗ്രസ് നിലകൊള്ളുമെന്ന് ഷാഫി പറമ്പിൽ MP. കെ സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തി. പരസ്പരം ഷാളുകൾ അണിയിച്ച് അഭിനന്ദനങ്ങൾ. ഒറ്റക്കെട്ടായി മുന്നോട്ടെന്നും നേതാക്കൾ. മണി ചെയിൻ കമ്പനികൾക്കെതിരായി ബോധവൽക്കരണം സംഘടിപ്പിക്കണം. MLM എംപ്ലോയീസ് യൂണിയൻ കൺവെൻഷനിൽ ആവശ്യം. സി കണ്ണൻ സ്മാരക മന്ദിരത്തിലെ യോഗത്തിൽ ചർച്ചകളും നടന്നു. കേന്ദ്ര സർക്കാർ മാനദണ്ഡം പരിഷ്കരിക്കണമെന്നും ആവശ്യം. വാർത്തകൾ വിശദമായി. പിണറായിയെ താഴെയിറക്കുക തന്നെയാണ് ഒരേയൊരു ലക്ഷ്യമെന്ന് കെ സുധാകരൻ. തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇടതുപക്ഷത്തെ തോൽപ്പിക്കും. ആ ലക്ഷ്യം നേടുകയാണ് ഇപ്പോഴുള്ള ഏക ഉദ്ദേശവും. ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. കോൺഗ്രസിൽ തർക്കങ്ങളില്ല എന്നും കെ സുധാകരൻ MP പറഞ്ഞു. സൗഹൃദ അന്തരീക്ഷത്തിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. പാർട്ടി പറഞ്ഞാൽ താൻ എന്തും അനുസരിക്കുമെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. ഭംഗിയായിട്ട് പോകുന്നു. നിസ്സാരമായ ചില പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ പരിഹരിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകും. കോൺഗ്രസിൻ്റെ അകത്ത് തർക്കങ്ങളുണ്ടെങ്കിൽ തർക്കങ്ങൾ എപ്പോഴും തീർക്കുന്ന എല്ലാ കാലഘട്ടവും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അടുത്ത കാലമൊന്നും കോൺഗ്രസിൻ്റെ അകത്ത് ഇത്രയും ഐക്യം ഉണ്ടായ ഒരു കാലം ഉണ്ടായിട്ടില്ല. അത് നമ്മൾ വീണ്ടും അത് തന്നെ നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ്. നമുക്കതിനകത്തൊരു ആശങ്കയുമില്ല, ഒരു ഭയപ്പാടുമില്ല, ഒന്നുമില്ല. സൗഹൃദമായ അന്തരീക്ഷത്തിലാണ് കോൺഗ്രസ് പോകുന്നത്. ഇനിയെന്താ വേണ്ട? അല്ല, ദേശീയ തലത്തിലാക്കിയാൽ പിന്നെ ദേശീയ തലത്തിൽ പാർട്ടി പറഞ്ഞാൽ ഞാൻ പോണ്ടേ? ഈ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കോൺഗ്രസിനെ പ്രചരിപ്പിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ പോകില്ലേ? എൻ്റെ പാർട്ടി പറഞ്ഞാൽ കേൾക്കണ്ടേ? അതെൻ്റെ ഉത്തരവാദിത്തമല്ലേ? അല്ലെങ്കിൽ ഞാനെന്തോ പാർട്ടിക്കാരനാ? പൊട്ടിപ്പോയിട്ടൊന്നുമില്ല. എനക്കതിനുള്ള വഴിയും അതിനുള്ള അവസരങ്ങളൊന്നും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. പിണറായി വിജയനെതിരെയുള്ള പോരാട്ടം തുടരും. തിരഞ്ഞെടുപ്പ് രംഗത്ത് ഇടതുപക്ഷത്തെ ഞങ്ങൾ തോൽപ്പിക്കും. ഒരു തർക്കമൊന്നും വേണ്ട. ഇന്ത്യ പാക് സംഘർഷം. UP മലയാളം ജില്ലാ അധ്യാപക കൂട്ടായ്മ ധീര സൈനികർക്ക് ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ച് മെഴുകുതിരി കത്തിച്ചു. പാകിസ്ഥാൻ അക്രമത്തിനെതിരെ പ്രതിഷേധ സംഗമവും നടത്തി. മുഴുവൻ അധ്യാപകരും കറുത്ത വസ്ത്രം അണിഞ്ഞുകൊണ്ടും ദേശഭക്തി ഗാനം ആലപിച്ചുകൊണ്ടുമാണ് പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തത്. ഭീകരർക്കെതിരെ മാത്രമാണ് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കൊല്ലുന്ന ജവാന്മാരോടുള്ള ഐക്യദാർഢ്യം നമ്മൾ പ്രേരിപ്പിക്കുകയാണ്. അവരൊക്കെ ഈ രക്ഷാകർതൃത്വം വഹിച്ച് ഇതുവരെ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് ആളുകളായിരിക്കും നമ്മൾ നാളിതുവരെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് രക്ഷാകർതൃത്വം വഹിച്ചിട്ടുണ്ടാവുക. പല അവസരങ്ങളിലായിട്ട് ഒന്നിച്ച് കണ്ണൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവരുന്ന UP മലയാളം ജില്ലാ അധ്യാപക കൂട്ടായ്മയിലാണ് ഇന്ത്യയിലെ അതിർത്തി പ്രദേശങ്ങളിലെ ഗ്രാമീണർക്ക് നേരെ പാകിസ്ഥാൻ നടത്തുന്ന അക്രമത്തിനെതിരെ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. രാത്രിയിൽ ഉറങ്ങാതെ രാജ്യത്തെ കാത്തു സംരക്ഷിക്കുന്ന ധീര സൈനികർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് മെഴുകുതിരി കത്തിച്ചുകൊണ്ടും മുഴുവൻ അധ്യാപകരും കറുത്ത വസ്ത്രമണിഞ്ഞുകൊണ്ടും ദേശഭക്തിഗാനം ആലപിച്ചുകൊണ്ടും പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തു. വിനോദ് കുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ KM സുനലൻ, K ഉണ്ണികൃഷ്ണൻ, വിനോദ് കുമാർ CV, അഭിലാഷ് CP, മിനി K, സജിന P എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് റിട്ടയർഡ് സ്റ്റാഫ് അസോസിയേഷൻ PNBRSA കേരള സംസ്ഥാന സമ്മേളനം നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് ഹാളിൽ നടന്നു. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മിത്രവാസു ഉദ്ഘാടനം ചെയ്തു. Now fund is enough. You can see, when last settlement has been signed, we are happy that it was a very quick decision and it was signed. Lakhs of rupees has been sanctioned to our dear friends working in banks. Lakhs of rupees, and that is for 1 year. We can multiply to 5 years, and we should have 8 bipartite settlements after this pension issue. So more than 3 lakh crore has been given as bipartite settlements. If we can give to them. സംസ്ഥാന പ്രസിഡന്റ് PK ലക്ഷ്മിദാസ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് P സന്തോഷ് കുമാർ MP മുഖ്യാതിഥിയായിരുന്നു. അഖിലേന്ത്യാ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി V അരുണാചലം, A ഹരിദാസ്, N വിനോദ് കുമാർ, ശ്രീനിവാസൻ, വിമൽ രഘുത്തമൻ, GV ശരത്ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.
കണ്ണൂർ നഗരത്തിൽ വൻ ലഹരിവേട്ട. 10 കിലോ കഞ്ചാവുമായി 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ അറസ്റ്റിൽ. ഒഡീഷ സ്വദേശികളായ ഉപേന്ദ്ര നായിക്, ബിശ്വജിത്ത് കണ്ടത്രയ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. എക്സൈസ് സ്ക്വാഡ് അംഗം ഗണേഷ് ബാബു PVക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂരിലെ സ്വകാര്യ ടൂറിസ്റ്റ് ഹോമിൽ നടത്തിയ പരിശോധനയിൽ വിൽപ്പനക്കായി സൂക്ഷിച്ച 10 കിലോഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. കണ്ണൂർ സർക്കിൾ ഓഫീസിലെ സർക്കിൾ ഇൻസ്പെക്ടർ അരുൺ അശോകിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ഒഡീഷ സ്വദേശികളായ ഉപേന്ദ്ര നായക്, ബിശ്വജിത്ത് കണ്ടത്രയ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഒഡീഷയിൽ നിന്നും വൻതോതിൽ കഞ്ചാവ് കേരളത്തിൽ എത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തിൽപ്പെട്ടവരാണ് പിടിയിലായത്. ഒഡീഷയിൽ നിന്നും കേരളത്തിലെത്തി സംശയം തോന്നാതിരിക്കാൻ പലവിധ ജോലികൾ ചെയ്യുന്നതാണ് ഇവരുടെ രീതി. നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് മടങ്ങുമ്പോൾ കഞ്ചാവുമായി എത്തുകയാണ് പ്രതികളുടെ രീതി. ഇതര സംസ്ഥാനത്തു നിന്നും കഞ്ചാവ് എത്തിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് നിരീക്ഷണത്തിലായിരുന്നു ഇവർ. പ്രതികളെ കണ്ടുപിടിക്കുന്നതിന് കേരള ATSന്റെ സഹായവും ലഭിച്ചു. അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ സന്തോഷ് തൂണോളി, അനിൽകുമാർ PK, അബ്ദുൾ നാസർ RP, പുരുഷോത്തമൻ C, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ്മാരായ വിനോദ് MC, സുഹൈൽ PP, ജലീഷ് P, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഡ്രൈവർ അജിത്ത് C, പ്രദീപൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അജ്മൽ, ഫസൽ എന്നിവരാണ് എക്സൈസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. പ്രതികളെ കണ്ണൂർ JFCM 1 കോടതിയിൽ ഹാജരാക്കും. തുടർ നടപടികൾ വടകര NDPS കോടതിയിൽ നടക്കും. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനിയൊരു ഇടവേളക്ക് മുൻപായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. കോൺഗ്രസിന്റെ ആത്യന്തിക ലക്ഷ്യം പിണറായിയെ താഴെയിറക്കുക എന്നത്. സുധാകരൻ. അതിന് സംഘടന ശക്തിപ്പെടുത്തും. പാർട്ടിക്കുള്ളിൽ യാതൊരു തർക്കവുമില്ല. ഇത്രയേറെ ഐക്യം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും സുധാകരൻ. ജനങ്ങളുടെ ശബ്ദമായി കോൺഗ്രസ് നിലകൊള്ളുമെന്ന് ഷാഫി പറമ്പിൽ MP. K സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തി. പരസ്പരം ഷാളുകൾ അണിയിച്ച് അഭിനന്ദനങ്ങൾ. ഒറ്റക്കെട്ടായി മുന്നോട്ടെന്നും നേതാക്കൾ. മണി ചെയിൻ കമ്പനികൾക്കെതിരായി ബോധവൽക്കരണം സംഘടിപ്പിക്കണം. MLM എംപ്ലോയീസ് യൂണിയൻ കൺവെൻഷനിൽ ആവശ്യം. C. കണ്ണൻ സ്മാരക മന്ദിരത്തിലെ യോഗത്തിൽ ചർച്ചകളും നടന്നു. കേന്ദ്ര സർക്കാർ മാനദണ്ഡം പരിഷ്കരിക്കണമെന്നും ആവശ്യം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ശസ്ത്രക്രിയ ഇല്ലാതെ ഗർഭാശയം നീക്കം ചെയ്യാതെ ഗർഭാശയമുഴ നീക്കം ചെയ്യാം. യൂട്ടറൈൻ ഫൈബ്രോയിഡ് എംബോലൈസേഷൻ. കൈയിലെ രക്തക്കുഴലിലൂടെ വളരെ നേർത്ത ഒരു ട്യൂബ് സന്നിവേശിപ്പിക്കുക എന്നതാണ് ഈ രീതിയുടെ ആദ്യഘട്ടം. ഈ ട്യൂബ് രക്തക്കുഴലിലൂടെ സഞ്ചരിച്ച് ഗർഭാശയമുഴകളിൽ എത്തിക്കുന്നു. തുടർന്ന് ഈ മുഴകളിലേക്ക് രക്തമെത്തിക്കുന്ന രക്തധമനിയിൽ പ്രത്യേക പദാർത്ഥം ഇൻജക്ട് ചെയ്ത് മുഴകളിലേക്കുള്ള രക്തസഞ്ചാരം തടയുന്നു. രക്തത്തിലൂടെ ലഭ്യമാവുന്ന പോഷകങ്ങൾ ലഭിക്കാതാവുകയും മുഴ വളരാനാവാതെ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു. അനസ്തീഷ്യയുടെ ആവശ്യകതയില്ല, ആശുപത്രിവാസമില്ല, മുറിപ്പാടുകളില്ല, പെട്ടെന്നുള്ള രോഗമുക്തി, ദൈനംദിന ജീവിതത്തിലേക്ക് അതിവേഗമുള്ള തിരിച്ചുവരവ് തുടങ്ങിയ അനേകം നേട്ടങ്ങൾ ഈ ഒരു ചികിത്സാ രീതിക്കുണ്ട്. ഗർഭാശയ മുഴകൾക്ക് ഏറ്റവും മികച്ച ചികിത്സയാണ് തേടുന്നതെങ്കിൽ കണ്ണൂർ ആസ്റ്റമിംസിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗവുമായി ഉടൻ തന്നെ ബന്ധപ്പെടൂ. ആസ്റ്റമിംസ്, കണ്ണൂർ. വീണ്ടും വാർത്തയിലേക്ക്.
നിയുക്ത KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP KPCC പ്രസിഡന്റ് K സുധാകരനെ സന്ദർശിച്ചു. നടലിലെ വീട്ടിലെത്തിയാണ് സന്ദർശിച്ചത്. KPCC നേതാക്കളായ PM നിയാസ്, സോണി സെബാസ്റ്റ്യൻ എന്നിവരും സന്നിഹിതരായിരുന്നു. സ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്നതിന് മുന്നേ K സുധാകരന്റെ അനുഗ്രഹം വാങ്ങാൻ വന്നതാണെന്നും പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും ഷാഫി പറമ്പിൽ MP സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കൂടെ ഉൾക്കൊള്ളുന്ന ഒരു ടീമാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തെ ഇതിൽ നിന്ന് എടുത്തു മാറ്റല്ല, അദ്ദേഹം കൂടെ ലീഡ് ചെയ്യുന്ന ഒരു ടീമിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഒരു ടീമായി അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒറ്റക്കെട്ടായി പാർട്ടി പ്രവർത്തകരുടെ, ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ വരാൻ പോവാണ്. അതിലാരാ ഫേസ് ചെയ്യുന്നത്? പാർട്ടിക്ക് വേണ്ടി വീട് കയറി ഇറങ്ങുന്നവൻ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതിൽ അവരാഗ്രഹിക്കുന്ന തരത്തിൽ അതിന് ലീഡ് ചെയ്യാൻ നിൽക്കുക എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ റെസ്പോൺസിബിലിറ്റിയാണ്. പ്രവർത്തകൻ ഓരോ വീട്ടിലും കയറി ഇറങ്ങിയവനാണ് പാർട്ടിയുടെ മുഖം. അപ്പോൾ അവർ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവരാഗ്രഹിക്കുന്ന തരത്തിൽ പാർട്ടി നിലപാടെടുക്കുക, നയങ്ങളെടുക്കുക, വർക്ക് ചെയ്യുക എന്നുള്ള ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ സമയമാണ് വരാൻ പോകുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ ജനങ്ങളെ കേൾക്കും. ജനങ്ങൾക്ക് ആവശ്യമുള്ളത്, അവരാഗ്രഹിക്കുന്ന, അവരർഹിക്കുന്നത് കേരളത്തിൽ നൽകാൻ. അത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഒരു ഭരണമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ജനങ്ങളുടെ ശബ്ദമായിട്ട് പാർട്ടി ഉണ്ടാവും. അതുതന്നെ ഞങ്ങളുടെ ഉത്തരവാദിത്വം നന്നായിട്ട് തിരിച്ചറിയുന്നുണ്ട്. തോണിയോട്ട് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്ര നവീകരണവുമായി ബന്ധപ്പെട്ട് ബാലാലയ പ്രതിഷ്ഠ ചടങ്ങുകൾ നടന്നു. മുല്ലപ്പള്ളിയിലത്തെ മഹേശ്വരൻ നമ്പൂതിരിയുടെയും വെള്ളൂർ ഇല്ലത്തെ പരമേശ്വരൻ നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. നവീകരണവുമായി ബന്ധപ്പെട്ട് 7, 8, 9 തീയതികളിലായാണ് ചടങ്ങുകൾ നടന്നത്. SN കോളേജ് സുവോളജി 1976-79 ബാച്ച് അംഗങ്ങൾ ഒത്തുചേർന്നു. പുതിയതൊരു ഹോട്ടൽ മാഗ്നറ്റിൽ നടന്ന പരിപാടിയിൽ ഡോക്ടർ MK കൃപാൽ അടക്കമുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കാളികളായി. 46 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് SN മേറ്റ്സ് വീണ്ടും കണ്ടുമുട്ടിയത്. ഒരുപാട് നാളത്തെ തിരച്ചിലുകൾക്കൊടുവിലായിരുന്നു ഏവരെയും ഒത്തുചേർക്കാനായതും. അത് ഓരോരുത്തരുടെയും മുഖത്തും പ്രകടമായിരുന്നു. വർഷങ്ങൾക്കിപ്പുറമെങ്കിലും അവർ പഴയ കോളേജ് കുമാരനും കുമാരികളുമായി തന്നെയായിരുന്നു കണ്ടുമുട്ടിയത്. വിശേഷങ്ങൾ പങ്കുവച്ചും ആനുകാലികങ്ങൾ ചർച്ച ചെയ്തും അവർ ഓർമ്മകളെ അയവിറക്കി. ഈയൊരു ഉദ്യമത്തിന് വേണ്ടി ഡോക്ടർ MK കൃപാൽ, ശ്രീശൻ, CS സലീം, വിശ്വനാഥൻ, വിത്തൽ ദാസ്, ശ്രീലത, അരുണ, രത്നമ്മ, പുഷ്പലത എന്നിവരുടെ പരിശ്രമങ്ങളും ഉണ്ട്. ഇത്രയും വർഷം ഒരു ബ്ലെമിഷസും ഇല്ലാതെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. 2 മക്കളുണ്ട്. മോന് അബുദാബി ഏവിയേഷനാണ്, മോൾ ഓസ്ട്രേലിയയിൽ സൈബർ സെക്യൂരിറ്റി. And we are happy with that. അതൊന്നും അല്ല, എപ്പോഴും BSc ആണ്. പിന്നെ എനിക്ക് എപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, സിറ്റി ന്യൂസ്, കണ്ണൂർ. ജനങ്ങൾക്കുള്ള വിശ്വാസമാണ് സഹകരണ പ്രസ്ഥാനത്തിന്റെ സമ്പാദ്യമെന്ന് KPCC നിയുക്ത വൈസ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP. സഹകരണ ജീവനക്കാരുടെ സംഘടനയായ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് KCEF 37ാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരുവന്നൂർ മോഡലല്ല കേരളത്തിലെ സഹകരണ പ്രസ്ഥാനമെന്ന് തെളിയിക്കാനുള്ള ബാധ്യത ജീവനക്കാർക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അധികാരത്തിന്റെ പവർ ഉപയോഗിച്ച് സഹകരണ മേഖലയെ ഊറ്റിയെടുത്ത് കവരാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. ഗവൺമെന്റിന്റെ മുന്നിലുള്ള ഏക സഹകരണം പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിലുള്ള സഹകരണം മാത്രമാണ്. ജീവനക്കാരുടെ വെൽഫെയർ ഫണ്ടിൽ നിന്നുപോലും കോടിക്കണക്കിന് രൂപ ട്രഷറിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുകയാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. അതിനേക്കാൾ എല്ലാം മുമ്പ് പറയാനുള്ളത്, ഒരു സഹകരണ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ജനങ്ങൾക്കുള്ള വിശ്വാസമാണ് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതിനെ തകർക്കാൻ നടക്കുന്ന ശ്രമങ്ങൾ, അത് തകർന്നത് മൂലം ഈ മേഖലയാകെ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, അതിനെ അതിജീവിക്കാനുള്ള പോരാട്ടത്തിന്റെ കൂടെ ഭാഗമാണ് നിങ്ങളെല്ലാവരും. ഞാൻ ആമുഖമായ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്ന, രാഷ്ട്രീയ നേതൃത്വം ഉൾപ്പെടെയുള്ള ആളുകൾ, ഭരണസമിതിയുടെ അംഗങ്ങളായിട്ട് വരുന്ന ആളുകൾ, സഹകരണ സംഘങ്ങളുടെ പ്രസിഡന്റുമാരാവുന്നവർ, ഡയറക്ടർമാരാവുന്നവർ, അവരൊക്കെ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ
ഈ വിശ്വാസ്യത ജനങ്ങൾക്കിടയിൽ നിലനിൽക്കേണ്ടത് അനിവാര്യത ഇതിന്റെ ഭരണസമിതിയുടെ മാത്രം ഉത്തരവാദിത്തമല്ല. ഭരണസമിതിയും നമ്മളും തിരിച്ചറിയേണ്ടത്, നിങ്ങളും തിരിച്ചറിയേണ്ടത്, അവിടെ ജോലി ചെയ്യുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും മറ്റാരെക്കാളും ആ വിശ്വാസ്യത കാക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് വിനീതമായി ഓർമ്മപ്പെടുത്താനും ഞാൻ ആഗ്രഹിക്കുന്നു. കണ്ണൂർ സാധു കല്യാണ മണ്ഡപത്തിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. KCEF സംസ്ഥാന ജനറൽ സെക്രട്ടറി ED സാബു, സംസ്ഥാന പ്രസിഡന്റ് M രാജു, KPCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ, PM നിയാസ്, ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P ഇന്ദിര, ചന്ദ്രൻ തില്ലങ്കേരി, രജിത് നാറാത്ത് തുടങ്ങിയവർ സംസാരിച്ചു. KCEF സംസ്ഥാന സെക്രട്ടറി ബിനു കാവുങ്കൽ സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് ബാബു മാത്യു നന്ദിയും രേഖപ്പെടുത്തി. നാളെ 11 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ MLA ഉദ്ഘാടനം ചെയ്യും. സിറ്റി ന്യൂസ് കണ്ണൂർ. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എംപ്ലോയീസ് യൂണിയൻ CITU കണ്ണൂർ ജില്ലാ കൺവെൻഷൻ നടന്നു. സി കണ്ണൻ സ്മാരക മന്ദിരത്തിൽ നടന്ന യോഗം CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ഇതിൽ തന്നെ വ്യാജന്മാരുണ്ട്. വ്യാജന്മാരെന്ന് ഉദ്ദേശിച്ചാൽ മണി ചെയിൻ, ക്രിപ്റ്റോ കറൻസി, കോയിൻസ് എന്നുള്ള നിലയിൽ ആ ബിസിനസ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. വെറുതെ ഒരു പ്രോഡക്റ്റൊക്കെ മുന്നിൽ കാണിച്ച് അതില്ലാതെ കേരളത്തിനകത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ള നിലയിൽ കേരളത്തിലെ മോണിറ്ററിംഗ് സംവിധാനം നിയമപരമായി കൂടുതൽ ശക്തമായി അതിനുവേണ്ടി മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എംപ്ലോയീസ് യൂണിയൻ ശക്തമായിട്ട് ഇടപെടൽ നിരന്തരമായി നിങ്ങളെല്ലാം നടത്തിയിട്ട് ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയെ വേദിയിൽ വരുത്തിക്കൊണ്ട് അങ്ങനെ ഒരു ലെജിസ്ലേഷൻ കേരളത്തിൽ സാധിച്ചത്. ആ ഒരു നിയമനിർമ്മാണം ഉണ്ടെങ്കിൽ പോലും പിന്നെ ഒരു പ്രോഡക്റ്റ് വെറുതെ സാമ്പിളിന് വെച്ചിട്ട് അതിൻ്റെ യഥാർത്ഥ വിലയേക്കാൾ ഭയങ്കരമായ കൂട്ടി വെച്ച് മണി ചെയിൻ പോലെ തന്നെ ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളും ഉണ്ട്. ഇതിന് രജിസ്ട്രേഷൻ വേണോ വേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഓൾ ഇന്ത്യ പിക്ചർ നോക്കുമ്പോൾ ഈ 461 326 കമ്പനികളാണ് കേന്ദ്ര സർക്കാർ ഡയറക്ട് സെല്ലിംഗ് മേഖലയ്ക്കായി കൊണ്ടുവന്ന മാനദണ്ഡം കാലോചിതമായി പരിഷ്കരിക്കുക, മണി ചെയിൻ കമ്പനികൾക്കെതിരായി ബോധവൽക്കരണം സംഘടിപ്പിക്കുക തുടങ്ങിയവ യോഗം ചർച്ച ചെയ്തു. അജിത് മാലൂർ അധ്യക്ഷത വഹിച്ചു. അശോക് കുമാർ TP, ദിനേശ് പയ്യന്നൂർ, അനസ് ചോക്ലി, ശ്രീജിത്ത് കണവം, പ്രതിഭ പിണറായി തുടങ്ങിയവർ സംസാരിച്ചു. മാണിയൂർ പാറാൽ ജമാഅത്ത് പള്ളി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാണിയൂർ പാറാൽ BU അറബിക് കോളേജ് അങ്കണത്തിൽ വെച്ച് ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പാറാൽ ജമാഅത്ത് പള്ളി കമ്മിറ്റി പ്രസിഡന്റ് CKK മാണിയൂർ ഉദ്ഘാടനം ചെയ്തു. പള്ളി കമ്മിറ്റി ജനറൽ സെക്രട്ടറി CK അബ്ദുൾ റഹ്മാൻ ഹാജി അധ്യക്ഷത വഹിച്ചു. M ഷംസുദ്ദീൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. SP മുഹമ്മദ് അലി, ലൈഫ് കോച്ച് ആൻഡ് കൺസൾട്ടന്റ് CEO സമസ്ത ലേണിംഗ് വിഷയാവതരണം നടത്തി. എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു സംഗതി കണ്ടു കിട്ടിയാൽ വേഗം നന്നാക്കി കളയാൻ വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ മെഷീൻ ഓണാണ്. അവനെ ഓർബിറ്റിൽ ഞാൻ അവന് നന്നാക്കാനും നോക്കിയില്ല. ആ യാത്രയിൽ ഉടനീളം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു സത്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത് വേറെ ചെയിനാണ്. നിസാർ ഒരുപക്ഷെ ശാസ്ത്രീയമായി ഇത് വേറെ ചെയിനാണ്. ഈ ചെയിനിന്റെ പിന്നിൽ എന്തൊക്കെയുണ്ട്? ഒന്ന്, ഇസ്ലാം പറഞ്ഞ പൈശാചികതയുണ്ട്. 2, മനഃശാസ്ത്രത്തിലൊക്കെ പറഞ്ഞ ഭ്രാന്തുണ്ട്. 3, കച്ചവടം. കച്ചവടമാണ് വേഗത്തിൽ കുട്ടികളെ ഇതിലേക്ക് എത്തിക്കുന്നത്. നമ്മളെ ചെറിയ മക്കളെ പോലും ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു ലൊക്കേഷൻ കുട്ടികളുടെ മൊബൈലിലേക്ക് വരുന്നു. ഒരു ലൊക്കേഷൻ, നിങ്ങൾ ആ ലൊക്കേഷൻ ഈ കുട്ടികൾ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സാധനം ഇവിടെ ഉണ്ട് എന്ന് പറയുന്നിടത്ത് പോയിട്ട് ഇത്ര പാക്കറ്റുകൾ കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കിട്ടുന്ന ലാഭം, അങ്ങനെ വലിയൊരു ടീം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നിസാർ കൂലോത്ത് എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ കണ്ണൂർ, അബ്ദുൾ റഹ്മാൻ ഫൈസി, CK അബ്ദുൽ ഖാദർ ദാരിമി, CK മഹമ്മൂദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഓൾ കേരള അക്വാകൾച്ചർ പ്രൊമോട്ടേഴ്സ് യൂണിയൻ CITU ജില്ലാ സമ്മേളനം കണ്ണൂർ സി കണ്ണൻ സ്മാരക മന്ദിരത്തിൽ നടന്നു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി K മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പൊ തന്നെ പറഞ്ഞത്, നേരത്തെ നമ്മുടെ സമ്മേളനത്തിനകത്ത് ജനറൽ ബോഡിക്കകത്ത് 10-30 ആളുകളെ കാണാറുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് കുറേ ആൾ വിട്ടുപോയി. അപ്പൊ ആളുടെ എണ്ണം കുറയാണ്. ഒന്ന്, വലിയ പ്രതീക്ഷയില്ല ഈ മേഖലക്കകത്ത്. നമ്മുടെ സംസ്ഥാനത്തിനകത്ത് മത്സ്യ വളർത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗ്രാമീണ മേഖലക്കകത്ത് നദികളിലും കടലിലും, കായലിലും കടലിലുമാണ് മത്സ്യം ഉണ്ടായുള്ളതെങ്കിൽ
അതിന് വെളിയിൽ മത്സ്യം വളർത്താൻ ആവശ്യമായൊരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു സിസ്റ്റം നമ്മുടെ സംസ്ഥാനത്തിനകത്ത് വരുന്നത്. പക്ഷേ എല്ലാ വർഷവും വാർഷിക പദ്ധതിക്കകത്ത് പണം വെക്കണം. അതുപോലെ തന്നെ ഈ പദ്ധതി ഫലപ്രദമായിട്ട് നടപ്പിലാവണം. നമ്മൾ ഗ്രാമീണ മേഖലക്കകത്ത് സഞ്ചരിച്ച് ആളുകളെ ഈ മേഖലക്കകത്ത് പ്രേരിപ്പിച്ചാലും ആ പ്രേരിപ്പിക്കപ്പെട്ടവർ ഈ മേഖലക്കകത്ത് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ഇത് നമ്മുടെ സംസ്ഥാനത്തിനകത്ത് മെച്ചപ്പെട്ട ഒരു സംവിധാനമായിട്ട് മാറണം. പക്ഷേ മെച്ചപ്പെട്ട സംവിധാനമായിട്ട് പല സ്ഥലങ്ങളിലും മാറിയിട്ട് ഇല്ല. ജില്ലാ പ്രസിഡന്റ് എ പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. എം ഹരിദാസ്, എം തമ്പായി തുടങ്ങിയവർ സംസാരിച്ചു. അക്വാകൾച്ചർ പ്രൊമോട്ടർമാർക്ക് ദിവസവേതനത്തിന് പകരം ശമ്പളം നൽകണമെന്ന് സമ്മേളനം ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. തലശ്ശേരി പൊന്ന്യത്ത് MDMA പിടികൂടി. നായനാർ റോഡിൽ നിന്നും സ്കൂട്ടറിൽ കടത്താൻ ശ്രമിക്കവെയാണ് 11.53 ഗ്രാം MDMAയുമായി യുവാക്കൾ അറസ്റ്റിലായത്. ഇരിക്കൂർ സ്വദേശികളായ PK നാസർ, CC മുബഷീർ എന്നിവരാണ് പിടിയിലായത്. കതിരൂർ SI K ജീവാനന്ദന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡും പരിസരവും സാമൂഹ്യ വിരുദ്ധരുടെയും തെരുവ് പട്ടികളുടെയും വിഹാര കേന്ദ്രമാവുന്നു. വ്യാപാര സ്ഥാപനങ്ങൾക്കും യാത്രക്കാർക്കും ഭീഷണിയായി ഗുണ്ടാ സംഘങ്ങളുടെ കേന്ദ്രമായും ബസ് സ്റ്റാൻഡ് മാറിയിട്ടുണ്ടെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പഴയ ബസ് സ്റ്റാൻഡ് യൂണിറ്റ് ഭാരവാഹികൾ അറിയിച്ചു. ബസ് സ്റ്റാൻഡിലെ അനധികൃത പാർക്കിംഗ് തടയുന്നതിനും പട്ടികൾക്ക് കോഴി വേസ്റ്റ് അടക്കമുള്ളവ എത്തിച്ചു നൽകുന്നവർക്കെതിരെയും ബന്ധപ്പെട്ടവർ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഇന്ന് ചേർന്ന യോഗത്തിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. യോഗം മണ്ഡലം പ്രസിഡന്റ് KV സലീം ഉദ്ഘാടനം ചെയ്തു. പഴയ ബസ് സ്റ്റാൻഡും പരിസരവും പട്ടിശല്യം കാരണം പൊറുതിമുട്ടിയിരിക്കുകയാണ്. പട്ടിയുടെ കടിയേൽക്കുകയും മരണങ്ങൾ വാർത്തയാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു വാർത്ത കണ്ണൂരിൽ നിന്നും വരുന്നത്. ഇത് വ്യാപാരികളും പൊതുജനങ്ങളും ഭീതിയോടെയാണ് നോക്കിക്കാണുന്നത്. പട്ടികൾക്ക് കോഴി വേസ്റ്റും മറ്റു ഭക്ഷണാവശിഷ്ടങ്ങളും കൊണ്ടു നൽകുന്നവരുടെ ഫോട്ടോയടക്കം ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നുവെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പഴയ ബസ് സ്റ്റാൻഡ് യൂണിറ്റ് അംഗങ്ങൾ പറഞ്ഞു. ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന വിഷയത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ശക്തമായ ഇടപെടൽ ഉണ്ടാവണമെന്നും ഇവർ അറിയിച്ചു. ബസ് സ്റ്റാൻഡിലെ അനധികൃത പാർക്കിംഗ് കാര്യത്തിലും നിരവധി തവണ പരാതികൾ നൽകിയിട്ടും പരിഗണിച്ചിട്ടില്ല. മദ്യവിൽപ്പന, ഉപയോഗം, ചൂതാട്ടം, അനാശാസ്യ പ്രവർത്തനങ്ങൾ, ലഹരി ഉപയോഗം, വിൽപ്പന തുടങ്ങിയ സകല പ്രവർത്തനങ്ങൾക്കും മറയാണ് അനധികൃത പാർക്കിംഗ് എന്നും ഇവർ പറയുന്നു. വ്യാപാര സ്ഥാപനങ്ങൾക്കും യാത്രക്കാർക്കും ഭീഷണിയായി ഗുണ്ടാ സംഘങ്ങളുടെ കേന്ദ്രമായും ബസ് സ്റ്റാൻഡ് മാറിയിട്ടുണ്ട്. ഇത്തരം വിഷയത്തിൽ അടിയന്തര ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ വൻ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പഴയ ബസ് സ്റ്റാൻഡ് യൂണിറ്റ് യോഗം അറിയിച്ചു. മണ്ഡലം പ്രസിഡന്റ് KV സലീം യോഗം ഉദ്ഘാടനം ചെയ്തു. ബസ് സ്റ്റാൻഡ് യൂണിറ്റ് പ്രസിഡന്റ് നാസർ കോട്ടഞ്ചേരി അധ്യക്ഷത വഹിച്ചു. അസീസ് വടക്കുപാട്, ഷുഹൈബ്, അബ്ദുറഹ്മാൻ മാസ്റ്റർ, ഷുഹൈബ്, സജിത്ത്, അഹമ്മദ്, മെലഡി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 9,045, പവന് 72,360 രൂപ, വെള്ളി 110 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. കോൺഗ്രസിന്റെ ആത്യന്തിക ലക്ഷ്യം പിണറായിയെ താഴെയിറക്കുക എന്നത് സുധാകരൻ. അതിന് സംഘടന ശക്തിപ്പെടുത്തും. പാർട്ടിക്കുള്ളിൽ യാതൊരു തർക്കവുമില്ല. ഇത്രയേറെ ഐക്യം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും സുധാകരൻ. ജനങ്ങളുടെ ശബ്ദമായി കോൺഗ്രസ് നിലകൊള്ളുമെന്ന് ഷാഫി പറമ്പിൽ MP. K സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തി. പരസ്പരം ഷാളുകൾ അണിയിച്ച് അഭിനന്ദനങ്ങൾ. ഒറ്റക്കെട്ടായി മുന്നോട്ടെന്നും നേതാക്കൾ. മണി ചെയിൻ കമ്പനികൾക്കെതിരായി ബോധവൽക്കരണം സംഘടിപ്പിക്കണം. MLM എംപ്ലോയീസ് യൂണിയൻ കൺവെൻഷനിൽ ആവശ്യം. C. കണ്ണൻ സ്മാരക മന്ദിരത്തിലെ യോഗത്തിൽ ചർച്ചകളും നടന്നു. കേന്ദ്ര സർക്കാർ മാനദണ്ഡം പരിഷ്കരിക്കണമെന്നും ആവശ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.